ശ്രീലങ്കയിൽ ഒരു കൊല്ലം 500ഓളം ആനകൾ ചരിയുന്നു. ഇതിൽ 50% കൊല്ലപ്പെട്ടതാണ് എന്നാണ് കണക്കുകൾ വരുന്നത്. വിശദാംശങ്ങളുമായി പി ജെയിംസ് ചേരുകയാണ്. ജെയിംസ്, ഈ ആനക്കണക്ക് ജെയിംസിൻ്റെ കയ്യിലുണ്ടോ? തീർച്ചയായിട്ടും എസ് കെ എൻ. കേരളത്തിലെ ഈ ആന കൃഷിത്തോട്ടങ്ങളിലൊക്കെ കയറുന്നതിനെക്കുറിച്ച് വന്യജീവികളെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ തൊട്ടടുത്ത രാജ്യം അയൽരാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ ആനകളെ സംബന്ധിച്ചുള്ള വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ കണക്ക് 2023 കണക്ക് പുറത്തു വന്നിരിക്കുന്നു. 470-ലേറെ ആനകൾ ചെരിഞ്ഞു എന്നാണ് വാർത്ത. അതിൽ ഭൂരിപക്ഷവും കൊല്ലപ്പെട്ടതാണ് എന്നുള്ള വാർത്ത കൂടി വരുമ്പോൾ അതിന് വലിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് വലിയ വാർത്തയാവുന്നു. എന്ന് മാത്രമല്ല, ആനയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ശ്രീലങ്ക എന്ന ചെറിയ രാജ്യത്ത് കൊല്ലപ്പെട്ടത് 170ഓളം മനുഷ്യരാണ്. അപ്പോൾ അവിടെ ഈ വന്യജീവികളും ആനയും ആനയൊക്കെ അടക്കമുള്ള മനുഷ്യരായിട്ട് നടക്കുന്ന സംഘർഷത്തിൻ്റെ കഥകളാണ് ശ്രീലങ്കയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ശ്രീലങ്ക ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന സമയം കൂടിയാണ് എസ് കെ എൻ. കാരണം മാലദ്വീപുമായിട്ട് വലിയ പ്രശ്നത്തിൽ ഇന്ത്യ നിൽക്കുമ്പോൾ ഇന്ത്യൻ സഞ്ചാരികളുടെ പുതിയ കേന്ദ്രമായി ശ്രീലങ്ക മാറുന്നു. കഴിഞ്ഞ വർഷം 2023 ജനുവരിയിൽ പോയതിൻ്റെ 3 ഇരട്ടി ഇന്ത്യൻ സഞ്ചാരികളാണ് ശ്രീലങ്ക ഈ ജനുവരിയിൽ സഞ്ചരിച്ചത്. എന്നാൽ മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. ശ്രീലങ്ക ഒരു ഹോട്ട് ഡെസ്റ്റിനേഷനായിട്ട് മാറുന്നു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ശ്രീലങ്കയുടെ കോസ്റ്റ് മാലദ്വീപിനെ അപേക്ഷിച്ച് കുറവാണ്. അവിടേക്ക് എത്താനും എളുപ്പമാണ്. 3/4 മണിക്കൂർ യാത്ര ചെയ്താൽ തിരുവനന്തപുരത്ത് നിന്ന് കൊളംബോയിലെത്തും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശ്രീലങ്ക പുതിയ തരത്തിൽ ഡെസ്റ്റിനേഷനായിട്ട് ഉയർന്നു വരുന്നു. മാത്രമല്ല, ശ്രീലങ്കൻ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ ഇന്ത്യക്ക് അനുകൂലമാണ്. അവിടെ ചൈനീസ് ചാരക്കപ്പലിന് അനുമതി നിഷേധിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ അന്തർവാഹിനി അവിടെ എത്താനായിട്ട് അനുമതി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ ശ്രീലങ്ക ഒരു ഹോട്ട് ഡെസ്റ്റിനേഷൻ ആകുന്നു. മാലദ്വീപിൽ അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെതിരെ പ്രതിപക്ഷം വലിയ കലാപം ഉണ്ടാക്കുന്നു. പ്രതിപക്ഷത്തിന് പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ട്. അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം നടക്കുന്നു. ഇന്ത്യയോട് മാപ്പ് പറയണമെന്ന് പറയുന്നു. അങ്ങനെ മാലദ്വീപ് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. പക്ഷേ അവിടുത്തെ പ്രസിഡന്റ് ഇപ്പോഴും ചൈനീസ് സ്വാധീനത്തിൽ ഇന്ത്യൻ സൈനികരൊക്കെ പുറത്തു പോകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എസ് കെ, ഞാൻ ചോദിച്ചു ശ്രീലങ്കയിലെ ആനയെ കുറിച്ചായിരുന്നു. അതെ, എത്തിയത് എപ്പോഴാ മാലദ്വീപിൽ എത്തിയെന്ന് എനിക്കറിയില്ല. അല്ല, ശ്രീലങ്ക മാലദ്വീപിനെ കടത്തിവെട്ടി സഞ്ചാരികളെ ആകർഷിക്കുന്നതെന്ന് പറഞ്ഞുകൊടുത്താണ് നമ്മൾ മാലദ്വീപിൽ എത്തിയത്. ഇതുകൊണ്ടാണ് പ്രേക്ഷകർ പി ജെയിംസിനെ ഒന്ന് നല്ല നിലയിൽ എത്തിക്കാൻ ഒരു കാര്യം പറയുന്നത്. അനിൽ മൂത്തേരി പറയുന്നു, പി ചേട്ടൻ 100 ന്യൂസ് വായിച്ച് കേൾക്കാൻ കൊതിയായി പോകുന്നു. അയ്യോ, എനിക്ക് 100 ന്യൂസ് വായിക്കാൻ പി ജെയിംസിന് കൊതിയുണ്ടോ? അങ്ങനെ കൊതിയൊന്നുമില്ല. പക്ഷെ വായിക്കാൻ പറഞ്ഞ എന്തും വായിക്കില്ല. നമ്മൾ പൊതുവെ വായനക്കാരാണ്. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. വിദേശ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം.